എന്താ മോന്റെ പേര്? രവി. രവി. രവി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7-ല്. ഈ അങ്കിള് പറഞ്ഞു മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു, ആണോ? മോൻ ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് നടക്കുന്ന ഇന്റർ സ്കൂൾ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? അതെന്താ? ഏയ്, മോന്റെ വിഷമം അങ്കിളിനറിയാം. ഇനി അങ്കിള് പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ കള്ളനെ പിടിക്കാൻ അങ്കിളിനെ സഹായിക്കാൻ നേറ്റതാ മോന്റെ അച്ഛൻ. പിന്നെ അങ്കിള് കേട്ടത് മോന്റെ അച്ഛന്റെ ആളുകൾ പറയുന്ന പോലെ മോന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താന്ന് അങ്കിൾ വിശ്വസിക്കുന്നില്ല. മോനും അല്ലേ? എന്താ അന്ന് രാത്രി വീട്ടിൽ നടന്നതെന്ന് മോൻ അങ്കിളിനോട് പറയണം. മോന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും മോനി അങ്കിളിനോട് പറ. മോനോ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു കുഴപ്പം വരാതെ അങ്കിൾ നോക്കിക്കോളാം. ഞാനെല്ലാം പറയാം അങ്കിൾ. തക്കാളി മാത്രം കിട്ടിയില്ല, ബാക്കി നീ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോനെന്തിയെ ഉറങ്ങിയോ? ഛേ, ഞാനിന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞത് അവനുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അടുത്ത ആഴ്ചയല്ലേ അവന്റെ മാച്ച്. നീ എന്തോന്നും മിണ്ടാത്തെ? നിനക്കെന്ത് പറ്റി? എന്ത് പറ്റി നിനക്ക്? എന്താന്ന് പറയേ? വരണം സുകുമാരൻ നായർ. ഇന്നെന്താ തിരിച്ചെത്താൻ വൈകിയോ? സ്റ്റേഷനിൽ അല്പം ജോലി തിരക്കുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ആ പത്മനാഭൻ മാഷിന്റെ കേസ് സംബന്ധിച്ച ചില പേപ്പർ വർക്കും കൂടിയാലോചനയൊക്കെ ആയിട്ട്. എന്റെ 28 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അന്യായം പ്രവർത്തിച്ചിട്ടില്ല. അത് മുതലാളിക്കും അറിയാലോ. ഞാൻ ചെയ്തത് എന്തായാലും അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിന് വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുള്ളൂ. ആ ഭദ്രന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യുക? സുമാന്റെ മകൾ എന്താ പേര്? ആ, ശാലിനി. പഠിക്കാൻ നല്ല മിടുക്കല്ലേ? പിന്നെ കലാതിലകവും. എന്ത് ചെയ്യാം? നാളെ ഈ വീടിന്റെ പൂമുഖത്ത് തുന്നിക്കെട്ടിയ ശരീരത്തിൽ കോടി പുറപ്പെട്ട് കിടക്കുമ്പോ ഇവളെ പറ്റി പറയാൻ നാട്ടുകാർക്ക് എത്ര കഥകളുണ്ടാവും. മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കല്ലേ? സോണൽ ജൂനിയർ ടീമിലൊക്കെ ഉണ്ട്, എനിക്കറിയാം. മോനി വാ, ചോദിക്കട്ടെ. വാണ, ഇനി ഒരിക്കലും കളിക്കളത്തിലിറങ്ങാൻ ഇവന്റെ ഈ കാലുകൾക്കായില്ലെങ്കിൽ കഷ്ടമല്ലേ സുകുമാരൻ നായരെ? ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ മുതലാളി. ദയവേത് എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. മുതലാളി പറയുന്നത് എന്തു വേണമെങ്കിലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇവരൊന്നും ചെയ്യരുത്. തന്റെ മൊഴി ഭദ്രൻ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി എന്ത് എഴുതി തരും? അശോക, ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നും
ഞാൻ 2 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. മുടക്കം വന്ന ഗഡുക്കൾ പലിശ സഹിതം 21,000 രൂപ ഉടനെ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാകും. ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ അനിയ ആത്മഹത്യ അല്ലാതെ വേണ്ട മുതലാളി, വേണ്ട. ആത്മഹത്യ അല്ലാതെ ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അശോക, ഇന്നു നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗമെടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം. ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കക്ഷിക്ക് ഭരണമുന്നണിയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് നേതൃത്വമായി ചർച്ച ചെയ്യുന്നതിന് ജനറൽ ബോഡി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെ ഭരണമുന്നണിയിൽ എല്ലാവരും സ്വാഗതം ചെയ്യുമോ? താങ്കളോട് എതിർപ്പുള്ളവരുടെ നിലപാട് എന്തായിരിക്കും? എതിർപ്പ് എനിക്കൊരു പുത്തരി അല്ലനിയ. ഞാൻ നേതൃത്വത്തിൽ വന്നപ്പോ ഈ സ്ഥാപനത്തിനകത്ത് എതിർപ്പില്ലായിരുന്നോ? എന്നിട്ട് എന്തായി? ഇപ്പോ എന്റെ പാനലിനെതിരെ മത്സരിക്കാൻ ആളെ കിട്ടുകയല്ല, അതാ സ്ഥിതി. പിന്നെ നയമുണ്ടെങ്കിൽ നമുക്ക് ആരെയും പർച്ചേസ് ചെയ്യാനിയാ, അതാ എന്റെ തിയറി. എക്സ്ക്യൂസ് മീ സർ, അപ്പൊ സാറ് രാഷ്ട്രീയത്തെ ഒരു കച്ചവടമായിട്ടാണ് കാണുന്നത്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. പിന്നെ മോള് കരുതുന്ന പോലെ കച്ചവടം അത്ര മോശവാക്കല്ല. ലാഭമുള്ള ഏത് ഏർപ്പാടും കച്ചവടമാ, അല്ലേ അനിയ? പിന്നെ സാർ അങ്ങ് മന്ത്രിയാവുന്നൊരു ശ്രുതിയുണ്ടല്ലോ, അതേപ്പറ്റി? അനിയന്റെ നാവ് പൊന്നായിരിക്കട്ടെ. അങ്ങയുടെ രാഷ്ട്രീയ പ്രവേശത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് അങ്ങ് ചതുർത്ഥിയായ സ്ഥിതിക്ക് അത്തരം വിമർശനങ്ങളെ എങ്ങനെ നേരിടാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അവഗണിക്കും, തീർത്തും അവഗണിക്കും. നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ 3 വട്ടം എന്റെ പടി കയറി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോ എന്നെ തള്ളി പറഞ്ഞിട്ട് എന്തായി? സ്വന്തം തട്ടകം കൈവിട്ടു പോയില്ലേ അനിയ? ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല. നിക്ക് പോലീസ് എന്താ ഇവിടെ കാര്യം? മാറ. മിസ്റ്റർ, ഞാൻ സാറിനെ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ ഹാവ് എ വാറന്റ് അഗൈൻസ്റ്റ് യു. ഹിയർ ഇറ്റ് ഈസ്. ഭദ്രൻ, വേണ്ട മുതലാളി, ഞാൻ ചോദിക്കാം. എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? എന്തോ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? ഏതാ മിസ്റ്റർ? എന്തിനു വേണ്ടി അറസ്റ്റ്? പോടാ. ഇവിടുത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ്. ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ 1-ാം പ്രതിയും മേടയിൽ അശോകൻ 2-ാം പ്രതിയുമാണ്. 3ഉം 4ഉം 5ഉം പ്രതികളായ ഫ്രാൻസിസ്, സോമശേഖരൻ, നാസർ എന്നീ വാടക ഗുണ്ടകൾ ഒളിവിലുമാണ്. ശുദ്ധ സംബന്ധം. ഈ പറയുന്ന സുകുമാരൻ നായരെ ഞാൻ അറിയുകൂടിയില്ല. അല്ലെങ്കിൽ തന്നെ
ഞാനെന്തിനാ അയാളെ കൊല്ലണം? അതാണ്. എന്താണ് കൊലയുടെ മോട്ടീവ്? ഈ അറസ്റ്റിന് ഉന്നത അധികാരികളുടെ അനുവാദം ഉണ്ടോ? പറയാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ സാർ ഈ അറസ്റ്റ്? പറയാം. ഈ കേസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം എനിക്കുണ്ട്. സുപ്രീം കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള അറസ്റ്റാണിത്. പിന്നെ മാധ്യമപ്രതിനിധികളുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് കൊച്ചു വെളുപ്പാങ്കാലത്ത് കിടക്കയിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ബലാത്കാരമായി കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ് കോഴിക്കോടും ചെന്നൈയിലും നടന്നതുപോലുള്ള വിവാദങ്ങൾക്കും ഒരു സ്കോപ്പുമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? മിസ്റ്റർ ഭദ്രൻ, ഈ അറസ്റ്റ് മൂലമുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നത്തിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. എന്താ? നിങ്ങളായിരിക്കും ഉത്തരവാദി എന്ന്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ പറയരുത്. ക്രമസമാധാനം പാലിക്കാനാണല്ലോ ഇവിടെ ഞങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങളെപ്പോലുള്ളവർ എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ കൊണ്ട് ഇവിടെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു ആദി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ? വേണ്ട, എല്ലാവരും ശാന്തരായിരിക്കൂ. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ നിരപരാധിത്വം ഞാൻ ജനങ്ങളുടെ കോടതിയിൽ തെളിയിച്ചോളാം. ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ്. പക്ഷെ ഇതുകൊണ്ടൊന്നും രവരാജനെ ഒതുക്കാൻ ഒക്കില്ല. പോവാം ചേട്ടാ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാ ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ADB ലോൺ, ജീവനക്കാരുടെ സമരം കഴിഞ്ഞതേ ഉള്ളൂ. വനിതാ കമ്മീഷൻ പിരിച്ചുവിടൽ, 2 പ്രതിപക്ഷ നേതാക്കൾ, 1 നമ്മുടെ ആളാ. ഇതിന്റെയൊക്കെ പുറമെ പോലീസുകാരുണ്ടാക്കുന്ന പൂലുകൾ, കള്ളിയത്ത് തൊഴിലാളികളുടെ സമരം അടിച്ചൊതുക്കിയതിന്റെ ബഹളമൊന്ന് കെട്ടടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാ തന്റെ വക മറ്റൊന്ന്. ഇതോടെ സർക്കാരിന്റെ ഇമേജിന് കൂടുതൽ മങ്ങലേറ്റു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മേടയിൽ ദേവരാജനെ താൻ അറസ്റ്റ് ചെയ്തത് സുപ്പീരിയേഴ്സുമായിട്ട് ആലോചിക്കാതെയാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദേവരാജനെ അറസ്റ്റ് ചെയ്തത്. അധികാര പരിധി വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. എടോ, അത് നിയമം. പക്ഷെ ഔചിത്യം എന്നൊന്നുണ്ട്. മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് അങ്ങല്ലേ സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനതേ ചെയ്തിട്ടുള്ളൂ. തനിക്കെതിരെ നടപടിക്ക് എന്റെ മുകളിൽ പ്രഷറുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് സാർ. പാർട്ടി ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത കമ്മീഷണർക്കെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയില്ലേ? ശിക്ഷാ നടപടിയല്ലെന്ന് അങ്ങ്, ശിക്ഷാ നടപടി തന്നെയെന്ന് ഉമ്മൻകോശി. പാവം ജനം. താനെന്താണോ, എഴുതാണോ? ഞാൻ സ്ട്രെയിറ്റ് ആണ് സാർ. സത്യസന്ധമായി വിമർശിക്കുന്നവരെല്ലാം മറുപക്ഷമാണെന്ന് ധരിക്കുന്ന അങ്ങയുടെ ഈ സംശയരോഗത്തിന് ഉടനെ എന്തെങ്കിലും ചികിത്സ നടത്തണം സാർ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പ്രതിപക്ഷത്തെ പഴിചാരി നിഷ്ക്രിയനായി ഇങ്ങനെ ഇരിക്കാനല്ല മൃഗീയമായ ഭൂരിപക്ഷം തന്ന് ജനം അങ്ങയെ ജയിപ്പിച്ചത്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു, മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം കുത്തനെ കൂട്ടി. ചാരായ നിരോധനം നടപ്പിലാക്കി അങ്ങ് തന്നെ കള്ളുനയം തിരുത്തുന്നു. എന്താ സാർ ഇതിന്റെ അർത്ഥം? എനിക്കൊന്നും പറയാനില്ല. ഒരു തർക്കത്തിലല്ല തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ദേവരാജനെതിരെ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ തനിക്ക് നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉറപ്പ് തരാൻ. അങ്ങ് വിളിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു. ആദ്യം ഭീഷണി, പിന്നെ രമ്യത. വിശ്വസ്ത അനുയായി ഉമ്മൻകോശി ദേവരാജനുമായി കൈകോർത്ത് അങ്ങയുടെ കസേരയ്ക്ക് വേണ്ടി കരുനീക്കം തുടങ്ങിയ കാര്യം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞു. ദേവരാജനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ട കോപ്പുകളാണ് അങ്ങേക്കിനി വേണ്ടത്. അത്തരമൊരു ആയുധമാണ് MP സുധാകരൻ, അല്ലേ സാർ? ഞാൻ പറഞ്ഞില്ലേ CM, ഇയാൾ ആളൊരു പൊടിപ്പനാണെന്ന്. എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും തൽക്കാലം താൻ സേഫ് ആണെന്ന് ഉറപ്പ് തരാനാ ഞങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയത്. താങ്ക് യു സാർ. പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഉറപ്പിൽ എനിക്കത്ര വിശ്വാസം പോരാ. തനിക്ക് ധൈര്യമായി ഞങ്ങളെ വിശ്വസിക്കാവിടൂ, ഞാനല്ലേ പറയുന്നത്. പിന്നെ ദേവരാജനെതിരെ താൻ ഫ്രെയിം ചെയ്ത കേസ് ദുർബലമാണ്. ഒരു 14-കാരന്റെ മൊഴിക്ക് കോടതിയിൽ അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. അതെ അതെ. ദേവരാജനെ തളയ്ക്കാൻ വേണ്ടത് ഒരു ഊരാക്കുടുക്ക. താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ലോക്കൽ പോലീസ് ക്ലോസ് ചെയ്ത ഒരു ആത്മഹത്യാ കേസുണ്ട്. പഴയ ഒരു മദ്യരാജാവ് പഴനിവേൽ ചെട്ടിയാരുടെ. അയാളുടെ മരണത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് രഹസ്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. വി വിൽ കീപ് യു പോസ്റ്റഡ്. എനിക്ക് തരാൻ ഒരു വാക്കേ ഉള്ളൂ സാർ. എന്റെ അടുത്തെത്തുന്ന സാധാരണക്കാരന് നീതി കിട്ടിയിരിക്കും. ഒറ്റ കുറ്റവാളിയും ഞാൻ കാരണം രക്ഷപ്പെടില്ല. ഞാൻ സർവീസ് ഉള്ളിടത്തോളം കാലം. സാർ, ഇപ്പൊ മനസ്സിലായാലും ഇവനെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ എന്തിനാ നിർബന്ധിച്ചെന്ന്?
ദേവരാജന്റെ ഉറക്കം കെടുത്തു അവൻ. ദേ, എല്ലാം തന്റെ റിസ്കില. ഞാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുക, ഇതൊന്നും നമുക്ക് പതിവുള്ളതല്ലോ. അതൊക്കെ മൂപ്പിന്ന് തന്നെ. സാക്ഷാൽ കരുണാസാഗരൻ. ഓ